വചനം കേൾക്കാനുള്ളതല്ല, വചനം നിറവേറ്റാനുള്ളതാണ്. ഭാര്യയല്ല പ്രാർത്ഥിക്കേണ്ടത്, മക്കളല്ല പ്രാർത്ഥിക്കേണ്ടത്. നിന്റെ പ്രാർത്ഥനാ ശബ്ദം ഉയരണം. നീ വാ തുറന്ന് പ്രാർത്ഥിക്കണം. ചർച്ചിൽ വരുന്നത് തലയാട്ടിയെ പറ്റത്തില്ല, നീ വാ തുറന്ന് ദൈവത്തെ സ്തുതിക്കണം. യേശു കർത്താവ് വചനം നിറവേറ്റി. രണ്ടവൻ പ്രാർത്ഥിച്ചു. ലൂക്കോസ് 3:21-22. അപ്പോൾ ഒരു കാര്യം സംഭവിച്ചു. സ്വർഗം തുറക്കപ്പെട്ടു, സ്വർഗം തുറക്കപ്പെട്ടു, സ്വർഗം തുറക്കപ്പെട്ടു. നിന്റെ ജയില് ഇന്ന് തുറന്ന് തന്നെയാകണം. അടുത്ത ഈസ്റ്ററിനല്ല, അടുത്ത ക്രിസ്മസിനല്ല തുറക്കേണ്ടത്. യേശു നാളത്തെ ദൈവമല്ല, അവൻ ഇന്നലത്തെ ദൈവമല്ല, അവൻ ഇന്നത്തെ ദൈവമാണ്. ഇന്ന് നിന്റെ ജയിലുകൾ തുറന്നിരിക്കണം. ഇന്ന് നീ സ്വാതന്ത്ര്യം പ്രാപിച്ചിരിക്കണം. ഒന്ന്, യേശു കർത്താവ് വചനം നിറവേറ്റി. രണ്ട്, കർത്താവ് പ്രാർത്ഥിച്ചു. വചനം നിന്റെ ജീവിതത്തിൽ നിറവേറുന്നെങ്കിൽ, വചനം നിന്റെ കുടുംബത്തിൽ നിറവേറുന്നു എങ്കിൽ നിശ്ചയമായ ഗ്യാരണ്ടിയായി ഞാൻ പറയുന്നു, അവിടെ ഒരു മണ്ഡലവും അടഞ്ഞു കിടക്കത്തില്ല. അവിടെ നിശ്ചയമായി സ്തോത്രം വാതിലുകൾ തുറന്നിരിക്കും. യേശു കർത്താവ് വചനം നിറവേറ്റി. രണ്ട്, പ്രാർത്ഥിച്ചു. സ്വർഗം തുറക്കപ്പെട്ടു. സ്വർഗം തുറന്നാൽ പിന്നെ ഭൂമിയിൽ ഒന്നിനും അടയാൻ കഴിയത്തില്ല.